നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ വന്നതിന് തൊട്ടു പിന്നാലെ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ബിജെപിയും കോൺഗ്രസും അക്ഷരാർത്ഥത്തിൽ കൂപ്പുകുത്തിയിരിക്കുന്നത്. കേവല ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിൽ ഘടകകക്ഷികളുടെ കാരുണ്യം കാത്തിരിക്കുകയാണ് ഇവരെല്ലാം തന്നെ. NDA കക്ഷികളെ ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. YSRCP, അതിനോടൊപ്പം TDP, ബിജു ജനതാദൾ തുടങ്ങിയ പാർട്ടികളെ ഒക്കെയും കോൺഗ്രസ് കാണാൻ ശ്രമിക്കുന്നുമുണ്ട്. നിതീഷ് കുമാറിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ വളരെ നിർണായകമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. JDUവിന്റെ മന്ത്രി സമാ ഖാൻ പറഞ്ഞിരിക്കുന്നത് നിതീഷ് കുമാർ ഇനി തീരുമാനിക്കും എന്ന് തന്നെയാണ്. ബീഹാറിലെ ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ നിതീഷ് കുമാർ എടുക്കൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. എന്ത് തീരുമാനം തങ്ങളുടെ നേതാവ് എടുത്താലും അത് തങ്ങൾ പിന്തുടരും എന്ന് തന്നെയാണ് JDUവിന്റെ മറ്റ് നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും ഈ നിതീഷ് കുമാർ വിശ്വാസയോഗ്യനല്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നമ്മൾ പറയുമ്പോഴും ബീഹാറിലെ ജനങ്ങൾ പറയുന്നത് തങ്ങൾ നിതീഷ് കുമാറിനൊപ്പമാണ്, തങ്ങൾക്ക് നല്ലത് മാത്രമേ നിതീഷ് കുമാർ തെരഞ്ഞെടുക്കൂ, അദ്ദേഹം ഏത് മുന്നണിയുടെ കൂടെ പോകുന്നു എന്നതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളുടെ ഗുണത്തിന് വേണ്ടി മാത്രമേ നിതീഷ് കുമാർ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ്. നിലവിൽ എന്തായാലും ഈ നിതീഷ് കുമാറിന്റെ ഒരു ഉത്തരം, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങോട്ട് ചായും എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ ആര് അധികാരത്തിലേറിയാലും രാജ്യത്ത് ശക്തമായ ഒരു പ്രതിപക്ഷ നിര ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനെ ശക്തമായ ഒരു പ്രതിപക്ഷ നിര ഉണ്ടാകുന്നത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാകരക്കാലം തന്നെയാണ്. ഈ പ്രതിപക്ഷ നിര ശക്തമാകുന്നതോടുകൂടി, വർദ്ധിത വീര്യത്തോടുകൂടി മാധ്യമങ്ങളും ഇനി തിരികെ വരാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കങ്ങൾ കൃത്യമായി വീക്ഷിക്കുക, അതിനോടൊപ്പം തന്നെ ഓരോ MP-മാരും എപ്പോഴെങ്ങോട്ട് ചാഞ്ചാടും എന്നൊക്കെയുള്ളത് കൃത്യമായി വിലയിരുത്തുക. റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ സാധ്യതകൾ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച് വാർത്തകൾ ഉണ്ടാക്കുക. എന്ത് സംഭവിക്കാവുന്ന ഒരു കാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അവലോകന ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും വർഷങ്ങളിലും ഇതൊക്കെ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. കഥ മെനയാൻ ധാരാളം സാധ്യതകളുള്ള ഒരു സ്പേസ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിന് വന്നു ഭവിച്ചിരിക്കുകയാണ്. ഈ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവുക എന്നാൽ മാധ്യമങ്ങൾക്ക് ചാകരക്കാലം എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. ഈ 5 വർഷക്കാലം അത് ആര് ഭരിക്കും, എപ്പോഴാ ഭരണം താഴെ വീഴും, ആരൊക്കെ എങ്ങോട്ട് മാറും എന്നതിലൊന്നും ഒരു തീരുമാനവുമായിട്ടില്ല എങ്കിൽ പോലും മാധ്യമങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.